ഒരു VIP സന്ദർശനം മൂലം 2 ദിവസമാണ് കോട്ടയത്തെ ജനങ്ങൾ മുഴുവൻ വലഞ്ഞത്. നമസ്കാരം, പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ഡോക്ടർ CP രാധാകൃഷ്ണൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തുണ്ടായ ഗതാഗതക്കുരുക്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടക്കുന്നത്. ദീപികയുടെ 150ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നമ്മുടെ കൊച്ചു നഗരമായ കോട്ടയത്തെത്തിയത്. കോട്ടയം എന്ന് പറഞ്ഞാൽ ഇട്ടാവട്ടമുള്ള നഗരമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു വാഹനം കൂട്ടിയിടിച്ചാൽ മണിക്കൂറുകൾ ബ്ലോക്കാകുന്ന നഗരം. അതുപോലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചെറിയ പ്രകടനം നടത്തിയാൽ കോട്ടയം സ്തംഭിക്കും. ഇങ്ങനെയുള്ള നഗരത്താണ് ഇതുപോലെ തന്നെ ഒരു VIP സന്ദർശനം മൂലം ജനങ്ങൾ ഒരു ദിവസം മുഴുവൻ വലയുകയാണ് ചെയ്തത്. എന്നാൽ തലേദിവസം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായി ഹെലികോപ്റ്റർ കോട്ടയം പരേഡ് ഗ്രൗണ്ടിൽ എത്തുകയും അന്നേരം ആ ചുറ്റുവട്ടമൊക്കെ ബ്ലോക്ക് ചെയ്തെങ്കിലും പിറ്റേ ദിവസം ട്രയൽ റൺ നടത്തി. ആ ട്രയൽ റൺ നടത്തിയപ്പോഴത്തേന് കോട്ടയത്തിൻ്റെ എല്ലാ റോഡുകളും കുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി രാവിലെ മുതൽ റോഡുകൾ മുഴുവൻ മിക്ക റോഡുകളും ബ്ലോക്കാക്കി. കോട്ടയത്തിന് ഒരു ബൈക്ക് റോഡെന്ന് പറയുന്നത് കോട്ടയത്തിന് എങ്ങുമില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവരും ഏറ്റുമാനൂർ റോഡിൽ നിന്ന് വരുന്നവരും KK റോഡ് ഹൈവേ വഴി വരുന്നവരും കുമരകത്തു നിന്ന് വരുന്നവരും എല്ലാം വന്നു ചേരുന്നത് കോട്ടയം ടൗണിലാണ്. കോട്ടയത്തിന് ഒരു ബൈ റോഡില്ല. ആ ബൈ റോഡിൻ്റെ ആവശ്യങ്ങൾ പല വട്ടങ്ങൾ പറഞ്ഞിട്ടും കോട്ടയത്തിന് ഇതുവരെ സാധ്യമാകാത്തൊരു കാര്യമാണ്. തിരുവല്ല ബൈപ്പാസുണ്ട്, ചങ്ങനാശ്ശേരി ബൈപ്പാസുണ്ട്, ഏറ്റുമാനൂർ ബൈപ്പാസുണ്ട്, കടുത്തുരുത്തിക്ക് ബൈപ്പാസുണ്ട്. നമ്മുടെ കോട്ടയത്തിന് മാത്രം ബൈപ്പാസും ഇല്ല. കോട്ടയം വഴി പോയ ബൈപ്പാസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോട്ടയം പരേഡ് ഗ്രൗണ്ടിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മുഖാന്തരം കോട്ടയം പരേഡ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമാണ് പ്രോഗ്രാം നടക്കുന്ന മാമൻ മാപ്പിള ഹാൾ വരെ. ഈ 1/2 കിലോമീറ്റർ ദൂരം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയാണ് രാവിലെ മുതൽ റോഡ് ബ്ലോക്ക് ചെയ്തത്. ആ ഗതാഗതക്കുരുക്ക് തീർന്നപ്പം രാത്രി 8 മണിയോളമായി. കാരണം എൻ്റെ ഒരു ബന്ധു എറണാകുളത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ബസ് കയറിയിട്ട് ഏറെക്കുറെ 1.5 മണിക്കൂർ ഇരുന്നാണ് KSRTC വരെ ചെന്നത്. അവിടുന്ന് ഏറെക്കുറെ 1.5 മണിക്കൂർ ഇരുന്നാണ് സംക്രാന്തി വരെ ചെന്നത്. ഇതുപോലെ ജനങ്ങളെ അത് എൻ്റെ ഈ ബസ് യാത്രക്കാരുടെ കാര്യം, അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളെല്ലാം മിക്ക കോട്ടയത്തിനെ സംബന്ധിച്ച് ഈ ഇടനാഴികളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോഡുകൾ മുഴുവൻ എതിരെ ഒരു ബസ് കടന്നു വന്നാൽ അപ്പുറത്തോട്ട് കടന്നു പോകാൻ പറ്റുമല്ലാത്ത പോലെയുള്ള റോഡുകളാണ്. നമുക്കറിയാം കഞ്ഞിക്കുഴിയിൽ നിന്ന് എറഞ്ഞാൽ റോഡുകൾ, ആ കഞ്ഞിക്കുഴിയിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ബ്ലോക്കായിരുന്നു. KK റോഡൊക്കെ മണിക്കൂറുകളാണ് ബ്ലോക്ക്. കോട്ടയത്തിന് എല്ലാ റോഡുകളും ബ്ലോക്കാക്കി മാത്രം ജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ഒരു പരിപാടി അത്രയ്ക്കും ഗതാഗതക്കുരുക്കായിരുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ മാറി മാറി വന്ന അധികാരികളൊന്നും ഇതുവരെ ഇതിന് സാധിച്ചിട്ടുമില്ല. ഓരോ വർഷം ചെല്ലുന്തോറും വാഹനങ്ങളുടെ പെരുപ്പം എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന റോഡുകളൊന്നും കോട്ടയത്തിന് ഇല്ല. അതിനുള്ള പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ ആരും ശ്രമിച്ചിട്ടുമില്ല. ആരാ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാ ഉള്ളത്? അവർ പോലും ഇതൊന്നും കാണുന്നും കേൾക്കുന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് അധികാരികൾ തന്നെയാണ്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം പ്രോഗ്രാമുകൾ VIP സന്ദർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് കോട്ടയം ടൗണിനടുത്ത് നടുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നടത്താൻ ഒരു കാരണവശാലും അനുമതി കൊടുക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ പേരിൽ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത്. ഇതിൻ്റെ തൊട്ട് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ മുന്നിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവിടെ വന്ന ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ദയവ് ചെയ്ത് കോട്ടയത്തിൻ്റെ ടൗണ് വിട്ട് മറ്റെവിടെയെങ്കിലും ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയ വിരോധങ്ങളൊക്കെ മറന്നുകൊണ്ട് കോട്ടയത്തിന് നല്ലൊരു ബൈപ്പാസ് ബൈ റോഡുകൾ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് വേണം ഇനി ഇത്തരമുള്ള VIP സന്ദർശനങ്ങളൊക്കെ. നന്ദി, നമസ്കാരം.